എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: ഗദരേനരുടെ ദേശത്തു നിന്നും പടക് കയറി യേശു എവിടെയെത്തി? ഉത്തരം: സ്വന്തം പട്ടണത്തിൽ. 9-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2: കിടക്കമേൽ കിടക്കുന്ന പക്ഷവാതക്കാരനെ തൻ്റെ അടുക്കൽ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് യേശു പക്ഷവാതക്കാരനോട് പറഞ്ഞതെന്ത്? ഉത്തരം: മകനെ, ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന്. 9-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 3: മകനെ, ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് യേശു പക്ഷവാതക്കാരനോട് പറഞ്ഞപ്പോൾ ഇവൻ ദൈവദൂഷണം പറയുന്നുവെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞതാര്? ഉത്തരം: ശാസ്ത്രിമാരിൽ ചിലർ. 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ചോദ്യം 4: നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതെന്ത് എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു ഇവൻ ദൈവദൂഷണം പറയുന്നുവെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് ശാസ്ത്രിമാരോട്. 9-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 5: ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ആർക്ക് അധികാരമുണ്ട്? ഉത്തരം: മനുഷ്യപുത്രന്. 9-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 6: എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകയെന്ന് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു പക്ഷവാതക്കാരനോട്. 9-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 7: പക്ഷവാതക്കാരൻ എഴുന്നേറ്റ് വീട്ടിൽ പോയത് കണ്ട പുരുഷാരം എന്തു ചെയ്തു? ഉത്തരം: ഭയപ്പെട്ടു, മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. 9-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ചോദ്യം 8: മത്തായി എവിടെ ഇരിക്കുമ്പോഴാണ് യേശു അവനെ വിളിച്ചത്? ഉത്തരം: ചുങ്കസ്ഥലത്ത്. 9-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 9: യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആരൊക്കെ അവനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു? ഉത്തരം: ചുങ്കക്കാരും പാപികളും. 9-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 10: നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നതെന്തെന്ന് ചോദിച്ച പരീശന്മാരോട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം: ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. 9-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ചോദ്യം 11: നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതെന്തെന്ന് യേശുവിനോട് ചോദിച്ച യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം: മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. 9-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ചോദ്യം 12: കോടി തുണിക്കണ്ടം പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നിയാൽ എന്ത് സംഭവിക്കും? ഉത്തരം: വസ്ത്രം കീറും. 9-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 13: പുതുവീഞ്ഞു പഴയ തുരുത്തിയിൽ പകർന്നാൽ എന്തു ഭവിക്കും? ഉത്തരം: തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചുപോകും. 9-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 14: പുതുവീഞ്ഞ് ഭദ്രമായിരിക്കുന്നത് എപ്പോൾ? ഉത്തരം: പുതിയ തുരുത്തിയിൽ പകർന്നു വയ്ക്കുമ്പോൾ. 9-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 15: എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം: ഒരു പ്രമാണി. 9-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 16: അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടതാര്? ഉത്തരം: 12 സംവത്സരമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ. 9-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ചോദ്യം 17: രക്തസ്രവമുള്ള സ്ത്രീക്ക് സൗഖ്യം വന്നത് എപ്പോൾ മുതൽ? ഉത്തരം: മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് യേശു അവളോട് പറഞ്ഞ നാഴികയിൽ. 9-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 18: യേശു പ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടത് ആരെയെല്ലാം? ഉത്തരം: കുഴലൂതുന്നവരെയും ആരവാര കൂട്ടത്തെയും. 9-ാം അധ്യായം 23-ാം വാക്യം. ചോദ്യം 19:
ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് യേശുവിനോട് നിലവിളിച്ചതാര്? ഉത്തരം, 2 കുരുടന്മാർ. 9-ാം അധ്യായം 27-ാം വാക്യം. ചോദ്യം 20. ആ 2 കുരുടന്മാരുടെ കണ്ണ് യേശു തുറന്നതെങ്ങനെ? ഉത്തരം, അവരുടെ കണ്ണു തൊട്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. 9-ാം അധ്യായം 29-ാം വാക്യം. ചോദ്യം 21. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചതെപ്പോൾ? ഉത്തരം, ഭൂതഗ്രസ്തനായ ഊമന്റെ ഭൂതത്തെ യേശു പുറത്താക്കി ഊമൻ സംസാരിച്ചപ്പോൾ. 9-ാം അധ്യായം 32-ഉം 33-ഉം വാക്യങ്ങൾ. ചോദ്യം 22. യേശു ആരെക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്നാണ് പരീശന്മാർ പറഞ്ഞത്? ഉത്തരം, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട്. 9-ാം അധ്യായം 24-ാം വാക്യം. ചോദ്യം 23. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് എന്തു ചെയ്തു? ഉത്തരം, പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കി. 9-ാം അധ്യായം 35-ാം വാക്യം. ചോദ്യം 24. യേശുവിനെ അനുഗമിച്ച പുരുഷാരം എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരും. 9-ാം അധ്യായം 36-ാം വാക്യം. ചോദ്യം 25. കൊയ്ത്തു വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ഇത് യേശു ആരോട് പറഞ്ഞു? ഉത്തരം, തൻ്റെ ശിഷ്യന്മാരോട്. 9-ാം അധ്യായം 37-ാം വാക്യം. ചോദ്യം 26. കൊയ്ത്തു വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീനെന്ന് യേശു പറഞ്ഞതെപ്പോൾ? ഉത്തരം, പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടപ്പോൾ. 9-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.